ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ഗസ്റ്റ് ഉണ്ട്. ചെറുതായാലും വലുതായാലും ഗസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കുറച്ച് പ്രിപ്പറേഷൻസ് ഇപ്പോഴേ റെഡിയാക്കി വെക്കാമെന്ന്. ഇപ്പോൾ വൈകുന്നേരമാണ് അവർ വരുന്നത്. അപ്പോൾ ഉച്ചയാകുമ്പോൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ തന്നെയാണ് ഓടേണ്ടത്. വിചാരിച്ചത് അപ്പം ഇപ്പോൾ ചെയ്തിട്ട് കുറച്ച് നമ്മൾ റെഡിയാക്കി വെച്ചാൽ അത്ര പോരാ, ജോലി അങ്ങ് തീരുന്നു. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ പ്രോൺസ് ബിരിയാണിയാണ് പ്ലാനിങ്. പക്ഷേ പ്രോൺസ് ഇത്ര വരെ കൊണ്ടുവന്നിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ കൊണ്ടുവരുവാണെങ്കിൽ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു സാലഡ്, അച്ചാർ മതി. അപ്പോൾ ഞങ്ങൾ പായസമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുമ്പേ അതൊന്ന് തീർക്കണം. പുതിയതാണ്, ഞങ്ങൾ രണ്ട് തവണ ഉപയോഗിച്ചത്. കുറച്ച് എനിക്കിന്ന് 1 കിലോയുടെ പൗഡറും കണ്ടാണ് കൊണ്ടുവന്നത്. ഞാൻ വളരെ കുറച്ച് മാത്രമേ കൊണ്ട് വെക്കാറുള്ളൂ ഇങ്ങനെ സ്റ്റോക്ക്. പക്ഷേ ഇപ്രാവശ്യം കൊണ്ടുവന്നത് കുറച്ച് വലുതായിപ്പോയി. എന്നാൽ പിന്നെ കസ്റ്റാർഡ് പൗഡർ കുറച്ച് വെറൈറ്റി അല്ലേ പായസത്തിനേക്കാളൊക്കെ. കുറച്ച് തണുപ്പ് വൈകുന്നേരം ചൂടുകാലൊക്കെ അല്ലേ, അപ്പോൾ ബിരിയാണിക്ക് അടിച്ചിട്ട് വേണമെങ്കിൽ ഒരു കൂൾ ഡ്രിങ്ക്സും നോക്കട്ടെ. അതൊന്നും ഇപ്പോൾ പ്ലാനിങ്ങിലില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പ്ലാനിങ്ങിലുള്ളൂ. അപ്പോൾ ഇതാ ജോലി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു ദിവസമായി പോയി. വെള്ളം കൂടിയില്ല. വെള്ളം വന്നില്ല, പക്ഷേ നമുക്ക് ആവശ്യത്തിനുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സമാധാനമാണ്. വെള്ളം വന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ കസ്റ്റാർഡ് പാലൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ ജോലി അങ്ങ് തീർന്നു. പിന്നെ ബിരിയാണിയുടെ കൂടെ ഒരു തണുപ്പ് നല്ല ചില്ലായിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് കസ്റ്റാർഡ് ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഭയങ്കര ലൈറ്റ് ഉണ്ടല്ലേ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മളൊരു ഗസ്റ്റിനെ അങ്ങ് സ്വീകരിക്കുന്ന നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതിന് മുമ്പെന്ന് വെച്ചാൽ എനിക്ക് മാസത്തിൽ ഒരു 4-5 ഗസ്റ്റ് എന്തായാലും പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വെച്ചാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് അങ്ങ് ബാക്ക് അടിച്ച് ഞാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര എന്താ പറയുക, പല രീതിയിലും വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് അപ്പോൾ ആക്കി കൊടുക്കുക. മോശമല്ലേ നമ്മളങ്ങനെ ആക്കി കൊടുക്കാതിരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സന്തോഷമൊക്കെ. നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മളെ ഡേ ഇൻ മൈ ലൈഫായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോകും. ഇതുപോലെയൊക്കെയുള്ള ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റില്ല. വല്ലപ്പോഴും വരുന്ന ഗസ്റ്റുകളെ മാത്രം സ്വീകരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വിചാരിച്ചത്. അപ്പോൾ ആദ്യം ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ എൻ്റെ പ്രോൺസ് ബിരിയാണിക്ക് ഏകദേശം ഭയങ്കര ഫാൻസാണ് ഈ പ്രോൺസ് ബിരിയാണി. കുറേ ആൾക്കാർക്ക് പ്രോൺസ് ഉണ്ടാക്കി കൊടുത്തപ്പോഴും നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും അങ്ങനെ ഫാനായി. എന്നോട് വന്നപ്പോൾ നമുക്ക് പ്രോൺസ് ട്രൈ ചെയ്യാം. പക്ഷേ കിട്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ അത് വൈകുന്നേരം എത്തിയാലേ നമുക്ക് പ്രോൺസ് ആണോ ചിക്കൻ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. ചിക്കൻ ആകുമ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് കിട്ടുമല്ലോ. പ്രോൺസ് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു തമിഴ് ഫാമിലിയാണ് ഇവർ. അപ്പോൾ അവർ കഴിക്കും, എല്ലാ ദിവസമൊന്നും കഴിക്കില്ല ഈ നോൺ വെജ്. എനിക്കൊന്നും നമ്മുടെ മലയാളികളെ ഉള്ളൂ ഏകദേശം എല്ലാ എന്താ പറയുക ഒരു 1 വീക്ക് ഫുള്ള് ഇത് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ. ഏകദേശം മറ്റ് സൈഡിലൊക്കെ ഉള്ളവരെന്ന് വെച്ചാൽ ചില ദിവസങ്ങളൊക്കെ നോൺ വെജ് ഒഴിവാക്കുന്നത്, സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. കഴിക്കുമെങ്കിലും സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചെറിയൊരു ഇൻട്രോ പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ കസ്റ്റാർഡ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരം ആണെങ്കിലും ഞാനിപ്പോൾ ഉച്ചയ്ക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കി വെക്കും. അതാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റായാൽ അതിൻ്റെ ടെൻഷൻ അങ്ങ് തീരും. കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാമല്ലോ. വിരുന്നുകാർ വന്നിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതല്ലേ. ഇനിയിപ്പോൾ ബിരിയാണിയുടെ ഓരോ പരിപാടികൾ ഇങ്ങനെ റെഡിയാക്കി വെക്കണം. അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ തുടങ്ങിയില്ലേ. അപ്പോൾ ഇതാദ്യം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടെൻഷൻ അങ്ങ് കുറയും. ഓരോ സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതിനിടയിലാണ് ചേട്ടൻ കുറച്ച് പ്രോൺസ് കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ വെച്ച് ചേട്ടൻ ക്ലീൻ ചെയ്യേണ്ട, ഞാൻ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാം. കാരണം ആണുങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ എല്ലാം ഓരോരോ സൈഡിലോട്ട് എത്തും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കറുത്ത സാധനം കൂടി എടുത്ത് കളയുന്ന ആളാണേ. അപ്പോൾ എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെന്ന് വെച്ചാൽ മസാല പുരട്ടി അവിടെ വെച്ചു. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബിരിയാണിയുടെ പരിപാടി തുടങ്ങുന്നത്. അതിനിടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, നീ ഏതായാലും ഇതൊക്കെ ജോലി ചെയ്തേലേ, കുറച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് എന്താ പറയുക, ഇത് കരിമീൻ ജ്യൂസാണേ. അപ്പോൾ കുഞ്ഞൂസോടെ അമ്മ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഗോഷ്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കരിമീൻ ജ്യൂസൊക്കെ ഞങ്ങൾ കുടിച്ചു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പരിപാടിയിലൊക്കെ തുടങ്ങുന്നത്. ഇതിപ്പോൾ കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മസാലയൊക്കെ കഴുകിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതൊന്ന് എടുത്ത് പുറത്ത് വെച്ചത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മസാല ഇട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. അതാകുമ്പോൾ ഒന്ന് സെറ്റായിട്ട് വരും. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ നമുക്ക് ജോലി തുടങ്ങേണ്ട സമയമായി. പിന്നെ ഇത് ഓരോന്ന് സവാള ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം 1 കിലോ അരിക്കാണ്. അപ്പോൾ സവാളയും അതുപോലെ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മളിത് മസാലയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബിരിയാണി ഞാൻ ചെറിയ രീതിയിലൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോൺസ്, അതായത് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ടാണ് നമ്മൾ പ്രോൺസ് വറുത്ത് വെച്ചത്. അപ്പോൾ അതിലോട്ടെന്ന് വെച്ചാൽ വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർക്കുക. പക്ഷേ നല്ല ക്രിസ്പി ആയിട്ട് വരും. അത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ വെച്ചാൽ അതിൽ നിന്നും പകുതി എണ്ണ എടുത്തിട്ടാണ് നമ്മൾ സവാള വഴറ്റുന്നത്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ഇടുന്ന ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ തക്കാളിയും കൂടെ നന്നായി വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മസാല ചേർക്കാൻ പാടുള്ളൂ. അതായത് മഞ്ഞൾപ്പൊടിയും
അല്ല സോറി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് പിന്നെയെന്ന് വെച്ചാൽ പുതിനയിലയും മല്ലിയിലയും പച്ചമുളകും നമ്മൾ മിക്സിയിലിട്ട് പേസ്റ്റാക്കിയിട്ടാണ് ഇടാറ്. പക്ഷേ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറും പുതിനയിലയും പച്ചമുളകും ഒന്ന് കുത്തിയിട്ടാണ് ഇട്ടത്. മിക്സി എൻ്റെത് കേടായിപ്പോയി. അതൊക്കെ ഒന്ന് റെഡിയായി. പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് സവാള അതിൽ നിന്ന് എടുത്തിട്ട് ഞാനൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലോട്ട് ഇടാൻ. ഇതിൽ ഞാൻ വെച്ചാൽ അണ്ടിപ്പരിപ്പ് ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. മുന്തിരി ഒട്ടും ഇട്ട് കൊടുക്കുന്നില്ല, മുന്തിരി ഉണ്ട് പക്ഷെ ഇട്ട് കൊടുക്കുന്നില്ല, അതാകുമ്പോൾ വേറൊരു ഫ്ലേവറിലോട്ട് പോവേ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെയൊന്നും ഇതിന് ഇടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് പിള്ളേർക്കൊക്കെ കഴിക്കുന്നതാണ് മാത്രമേ ഇട്ട് വെക്കാറുള്ളൂ. പിന്നെ ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ആക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു പാത്രത്തിൽ ദമ്മിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ചോറ് വയ്ക്കുന്ന പാത്രം, ഇതിലോട്ട് ഞാൻ കുറച്ച് അതിൽ നിന്ന് നമ്മളെ മാറ്റി വെച്ചിട്ടുള്ള എണ്ണയിൽ അതിൽ നിന്ന് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു പ്രോൺസിൻ്റെ ഫ്ലേവർ അങ്ങ് വരുവേ. അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറുവപ്പട്ട, അതുപോലെ ഗ്രാമ്പു, ഒരു ഏലക്ക, വളരെ കുറച്ച് മാത്രമേ ഞാൻ മസാല ഉപയോഗിക്കാറുള്ളൂ. അതും ഇട്ടിട്ട് ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതാ വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. 1 കിലോ അരിക്ക് എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ അതും അങ്ങ് തിളപ്പിക്കാൻ വെക്കുകയാണ്. തിളപ്പിച്ചതിന് ശേഷം ആ കഴുകിയിട്ടുള്ള അരിയൊന്ന് ഇട്ട് കൊടുക്കുക. അതവിടെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇടുമ്പോഴും ഒരു പിടി മുമ്പിലായിരിക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ ബിരിയാണിക്ക് ഉപ്പുണ്ടാവുള്ളൂ, റൈസിന് ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഉപ്പ് അവിടെ ശരിയായ അതൊക്കെ ഒന്ന് റെഡിയാവുന്ന സമയത്ത് ഞാൻ വെച്ചാൽ എന്നാൽ പിന്നെ കുറച്ച് സാലഡും കൂടി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ കക്കിരിക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളകും കട്ട് ചെയ്ത് തൈരും ഇട്ട് ഉപ്പ് ഇട്ടാൽ നമ്മുടെ സാലഡ് റെഡിയായി. വെള്ളം ചേർക്കേണ്ടവർക്ക് കട്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ തൈരിന് കട്ടിയൊക്കെ ആണെങ്കിൽ അതിലും വെള്ളം ചേർത്ത് വെക്കാം. പക്ഷെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, ഞാൻ നല്ല കട്ടി തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും റെഡിയായി. പിന്നെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡ് ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കിയിട്ടൊന്ന് വേണമല്ലോ. ഇപ്പോൾ രാത്രിയായി കേട്ടോ, വൈകുന്നേരമായി ഇവിടെ. അപ്പോൾ അതും ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചാൽ ഇനിയിപ്പോൾ അവർ വരേണ്ട താമസമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് സമയം തീരെയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെ എല്ലാം റെഡിയാക്കി. ഇതൊക്കെ അവർ വന്നതിന് ശേഷമാണ്. ഞാൻ പറഞ്ഞല്ലോ അവരെ ഫേസ് നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ അതിന് മുമ്പേ ഇട്ട് വെച്ചതാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ദമ്മിട്ടു. ദമ്മ് എന്ന് വെച്ചാൽ ആദ്യം റൈസ് ഇട്ടു, അതിൻ്റെ മുകളിലേക്കൂടെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഉണ്ടായിരുന്നു എന്ന്. അതിന് മുകളിൽ നമ്മുടെ പ്രോൺസ് മസാലയും കൂടെ ചേർത്ത് വെച്ചു. പിന്നെ അതിന് മുകളിൽ വറുത്ത ഉള്ളി അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ദമ്മ് ഇട്ടിട്ട് വെച്ച് അടച്ചൊരു 10 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് വെച്ചു. എല്ലാം കഴിഞ്ഞു. അപ്പോൾ പിള്ളേരെല്ലാം കൂടിയിട്ട് റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. മണിക്കുട്ടി വരെ സഹായിച്ചെന്നറിയുന്നില്ലേ. ഞങ്ങൾ പോകുന്നതിനിടയ്ക്കെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ഏതായാലും ആ കാര്യങ്ങൾ നടന്നു. ഇനിയിപ്പോൾ അവർ വരണം, പറ്റുവാണെങ്കിൽ ഞാൻ അവരെയും കൂടെ കാണിച്ച് തരാം. ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം വേറൊരു ഗസ്റ്റ് വരുമ്പോഴും നമ്മൾ അവരോടും കൂടി പെർമിഷൻ ചോദിക്കണമല്ലോ, നിങ്ങളുടെ വീഡിയോസ് എടുത്തോട്ടെ എന്നുള്ളത്. അപ്പോൾ എനിക്ക് പരിചയമില്ലാത്തതാണ്, അല്ലെങ്കിൽ എനിക്ക് പരിചയമില്ലാണെങ്കിൽ ഞാനിപ്പോൾ എന്തായാലും എടുക്കട്ടെയായിരുന്നു, അല്ല എടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ചോദിക്കാനൊരു അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാനൊരു ഫോട്ടോ എന്തെങ്കിലും ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഞാനും ചേട്ടൻ ഫുഡ് കഴിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ ഉച്ച തൊട്ടേ തുടങ്ങിയ പണിയാണ് ഇപ്പോൾ തീരുന്നത്. ഇപ്പോൾ സമയം എന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോൾ 8 മണിയായി. ഇപ്പോഴാണ് ഒന്നിരിക്കുന്നത്. അടുക്കള മൊത്തത്തിൽ ക്ലീനായി, എല്ലാം പാത്രം വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും മറന്നിട്ടില്ല, വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഞാനൊന്ന് റെഡിയായി, ഞാനൊന്ന് മുടിയൊക്കെ ഒന്ന് വാർന്ന് കെട്ടി. മണിക്കുട്ടി ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. മണിക്കുട്ടി മണിക്കുട്ടി ഒന്ന് മണിക്കുട്ടി സ്വന്തമായിട്ട് റെഡിയാവുന്നു. അപ്പോൾ എന്താണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പ്രോൺസ് ബിരിയാണി, പിന്നെ സാലഡ്, അച്ചാർ. മറന്നു പോകുന്നു കേട്ടോ, പറയുമ്പോഴത്തേക്കും ഉണ്ടാക്കിയതൊക്കെ മറന്നുപോയി. പിന്നെ നമ്മുടെ എന്താ പറയുക, എന്താ മണിക്കൂട്ടി ഉണ്ടാക്കിയത് നമ്മൾ ഇത് ഐസ്ക്രീം അല്ല, എന്താ ഉണ്ടാക്കിയത്? എന്തുണ്ടാക്കിയാൽ യെസ് കസ്റ്റാർഡ്, അത് മറന്നുപോയി. കസ്റ്റാർഡ് ഉണ്ടാക്കി അതെല്ലാം സെറ്റാക്കി വെച്ചു, ഫ്രൂട്ടെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ട് ബൗളിൽ ഒഴിച്ചിട്ട് കൊടുക്കുകയും വേണ്ടു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാനായില്ല, നമ്മൾ ഫുഡ് കഴിക്കുന്നതും കൂടെ കാണിച്ചു തരണമല്ലോ. ബിരിയാണിയുടെയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പേ ഒരു തവണ ഇട്ടതായിരുന്നു. അപ്പോൾ നിങ്ങൾ കസ്റ്റാർഡിൻ്റെത് ഒന്നുകൂടി എടുത്തിട്ട് എല്ലാവരും കാണുക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതാ അവർ വന്നിട്ട് അവർക്ക് സെർവ് ചെയ്യാണ്. പിന്നെ കണ്ടോ കഴിച്ചിട്ട് ഏകദേശമായി, ഇത്രയേ ഉള്ളൂ ബാക്കി. പിന്നെ ലാസ്റ്റ് ഞാനും ചേട്ടനും കൂടെ കഴിച്ചു, പിള്ളേരൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ഞാൻ ലാസ്റ്റ് കഴിക്കുകയാണ്. കസ്റ്റാർഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു, ഇച്ചിരി മധുരം കുറവായിരുന്നു, പക്ഷേ തണുത്തതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ ഗസ്റ്റ് വന്നിട്ട് പോയി, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മുൻകരുതൽ ഒന്ന് എടുത്തു. അതിപ്പോൾ ഞങ്ങളും കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത്, അയ്യോ വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്നുള്ളത്. അങ്ങനെ എല്ലാം കഴിച്ച് ഫിനിഷ് ചെയ്തു. പിന്നെ അവർ കുറേ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നു. ഭയങ്കര ഹാപ്പിയായേ, ഞങ്ങളും ഹാപ്പിയായി അവരും ഹാപ്പിയായി. കാരണം ഞങ്ങൾ
എന്താ പറയുക ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഏകദേശം എല്ലാം കഴിച്ചു. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. ഒരാൾ വന്നിട്ട് വയറ് നിറയെ കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുള്ള അതായത് ഇപ്പം ഞാനാണ് ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ മനസ്സും കൂടെ നന്നായിട്ട് നിറയുന്നു, നമ്മൾ കഴിക്കണമെന്നില്ല എന്ന്. അപ്പോൾ ഒരാൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുകയോ ഇഷ്ടപ്പെട്ടില്ല, വേറെ എന്തെങ്കിലും കൊണ്ടാണ്. ഇവരെന്ന് വെച്ചാൽ നന്നായിട്ട് കഴിച്ചു, എന്തോ വല്ലാത്തൊരു മനസ്സുഖം. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരാൾക്കാർ വന്ന് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. കുറേ കാലത്തേക്കുള്ള മെമ്മറീസൊക്കെ ആയി. അപ്പോൾ കസ്റ്റാർഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലേക്ക് എത്തി. ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഒരു എന്താ പറയുക, ഒരു ജ്യൂസിൻ്റെ ഒരു പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് മധുരം കുറവായിപ്പോയി. അതെനിക്ക് തോന്നുന്നു അവർ തണുപ്പ് കഴിക്കില്ല, കോൾഡ് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചു. എല്ലാ കൂൾ ഡ്രിങ്ക്സ് വരെ നമ്മൾ ഇപ്പോൾ ഒരു 4 കുപ്പി കൊണ്ടുവന്നെങ്കിൽ 2 കുപ്പി ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, 2 പുറത്ത് വെച്ചായിരുന്നു. അപ്പോൾ എല്ലാം ഫ്രിഡ്ജിൽ വെക്കാത്തതായിരുന്നു കേട്ടോ അവർ കഴിച്ചത്. അതുകൊണ്ട് കസ്റ്റാർഡ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചതുകൊണ്ട് അത് എന്താ പറയുക കുറച്ച് തണിഞ്ഞു, അതായത് ഒരു തണുപ്പ് മാറി. കഴിച്ചു, അവർ നന്നായിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, ചെറിയൊരു മധുരത്തിൻ്റെ ഒരു വേരിയേഷൻ പിള്ളേർക്ക്, എനിക്ക് കുഴപ്പം തോന്നിയിട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ നമുക്ക് മതി ആ ഒരു മധുരം, കാരണം കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചതല്ലേ ഫുഡ്. പിന്നെ കുറേ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിൽ ഒരെണ്ണമൊക്കെ ഞാൻ ഇങ്ങനെ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പുതിയ ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ശ്രീത്രോണ. ബൈ.